ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ICU വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളെല്ലാവരും ആംബുലൻസ് എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ ഈ ICU വണ്ടി എല്ലാവർക്കും അറിയില്ല. അറിയുന്നവരുണ്ട്, അറിയാത്തവർക്ക് നമ്മളത് അവരേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ICU വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ ആളുടെ ഡ്രൈവർ ഉണ്ട്. ഇതിൻ്റെ മഡ്വാഗൺ ആണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആള് ഡ്രൈവർ പേര് വിഷ്ണു എന്നാണ്. അപ്പോൾ ആള് അതിനെ പറ്റിയിട്ട് പറയും. നമസ്കാരം, എൻ്റെ ഒരു വിഷ്ണു, സ്ഥലം കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട. അപ്പോൾ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 5 വർഷമായി തൃശ്ശൂർ സർവീസ് തുടങ്ങിയിട്ട്. നമ്മുടെ എല്ലാ ജില്ലയിലും നമുക്ക് വണ്ടിയുണ്ട്. ബാക്കി വിശേഷങ്ങൾ മാത്രമാണ്. ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ സാരഥികൾ. വിഷ്ണുവേട്ടൻ ഡ്രൈവറും പുള്ളി നേഴ്സുമാണ്. നമുക്ക് അപ്പോൾ ഉള്ളു കാണാം. അതിൻ്റെ തുറന്നോ. ICU വണ്ടി ഒരു മിനി ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് ഇതിനകത്ത്. വെന്റിലേറ്റർ കാര്യങ്ങൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ സുഹൃത്ത് ചേട്ടൻ പേരെന്തായിരുന്നു? ടോണി ചേട്ടൻ. ടോണി ചേട്ടൻ പറഞ്ഞുതരും. റോണി ചേട്ടൻ, ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ICU വണ്ടിയുടെ ഉൾവശം വരുന്നത്. നമുക്ക് 3 സീറ്റുകൾ വരുന്നുണ്ട്. പുഷ് ബാക്ക് സീറ്റാണ്. പിന്നെ ഹൈഡ്രോളിക് സ്ട്രെച്ചർ വരുന്നുണ്ട്. പിന്നെ അവിടെ നേഴ്സിന് ഇരിക്കാനായിട്ട് ചെറിയൊരു സീറ്റ് വരുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പലർക്കും അറിയില്ല അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. സാധാ ബേസിക് വണ്ടിയുടെ ഉള്ളിൽ എല്ലാവരും കണ്ടിട്ടായിരിക്കും, പക്ഷേ ICU വണ്ടിക്കുള്ളിൽ എന്തൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം. നമ്മളെ സുഹൃത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരും. നമ്മുടെ അഡൽറ്റിന്റെ വെന്റിലേറ്റർ ആണ്. അഡൽറ്റ് പേഷ്യൻസിനെ എടുക്കാൻ വേണ്ടിയുള്ള പേഷ്യൻസാണ്. ICU പേഷ്യൻസിനെ നമ്മൾ റിസീവ് ചെയ്യുന്ന അഡൽറ്റ് വെന്റിലേറ്ററിലാണ്. അതുപോലെ നമുക്കുള്ള ന്യൂണേറ്റൽ വിത്ത് പീഡിയാട്രിക് വെന്റിലേറ്റർ ആണ് ഇത്. ന്യൂ ബോൺ ബേബീസിനെ വരെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന വെന്റിലേറ്ററാണ്. പിന്നെ നമ്മുടെ വരുന്നത് അടുത്ത കാർഡിയാക് മോണിറ്റർ ആണ് വരുന്നത്. പേഷ്യൻ്റെ ഓക്സിജൻ ലെവല്, പൾസ്, BP കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാനും എല്ലാം റെക്കോർഡായിട്ട് നമുക്ക് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലൈവായിട്ട് ചെയ്യാൻ പറ്റുള്ളതാണ്. പിന്നെ നമുക്ക് വരും ഡീഫിലിബേറ്റർ ആണ്. പേഷ്യൻ്റെ അറസ്റ്റ് ആവുന്ന പേഷ്യൻസിലൊക്കെ ചേർന്നതിനനുസരിച്ച് നമുക്ക് വരുന്നതിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയുള്ള മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു 3 സിറിഞ്ചും ഉണ്ടാവും വണ്ടിക്കകത്ത്. പേഷ്യന് ഇൻഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ മെഡിക്കേഷൻസ് നമ്മൾ ICU എന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ പ്രോപ്പർലി ഉണ്ടാവും. BP ബോളും കാര്യങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. നമുക്ക് അതിനെ കറക്റ്റായിട്ട് വോളിയം വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നൊരു പോർട്ടബിൾ സിലിണ്ടർ, OT സിലിണ്ടർ വരുന്നുണ്ട്. പേഷ്യനെ അവിടുന്ന് ഹോസ്പിറ്റലിൽ റിസീവ് ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രോളി യൂസ് ചെയ്യുന്നതാണ്. അത് കൂടാതെ രണ്ട് ജംബോ OT സിലിണ്ടർ നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വരും. പേഷ്യന് നമുക്ക് ഓക്സിജൻ കാര്യങ്ങളെല്ലാം നമുക്ക് പേഷ്യൻസ് സപ്പോർട്ട് മാത്രമുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഷിഫ്റ്റ് ചെയ്യാം. വെന്റിലേറ്ററിന്റെ ഓക്സിജൻ കണക്ഷൻ എല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ന്യൂ ബോൺ ബേബീസിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പെഷ്യലായിട്ട് ബേബിയുടെ ഹീറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇൻക്യുബേറ്റർ ആണ് ഇത്. അത് ന്യൂ ബോൺ ബേബീസിനെല്ലാം നമുക്കൊരു 3 kg 4 kg റൗണ്ട് വരുന്ന ബേബീസിനെയൊക്കെ നമുക്ക് നല്ല കംഫോർട്ടായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻക്യുബേറ്റർ ആണ്. പിന്നെ 3 പുഷ് ബാക്ക് സീറ്റാണ് വരുന്നത്. പിന്നെ അതുപോലെ നേഴ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സീറ്റ് വരുന്നുണ്ട്. പിന്നെ മെഡിസിൻസ് അല്ലേ? മെഡിസിൻസ് നമ്മൾ ഈ ട്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പേഷ്യന്റ് കൊടുക്കാനുള്ള എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ എക്യുപ്മെന്റ്സ് നമുക്ക് ഉണ്ടാവും. സെറ്റ് ആക്കിയിട്ടില്ലേ? പോർട്ടബിൾ ആയിട്ടുള്ള BP അപ്പറേറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ മെഷീൻസ് ഉണ്ട്. പിന്നെ ബൈപ്പാപ്പ് മെഷീൻ ഉണ്ട് പേഷ്യന്റിന്. ഓക്സിജൻ ലെവൽ കുറവുള്ള പേഷ്യൻസിന് വെന്റിലേറ്ററിന്റെ യൂസ് ഇല്ലാതെ ബൈപ്പാപ്പ് ത്രൂ നമുക്ക് പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേട്ടൻ നേഴ്സല്ലേ? BSc നഴ്സിംഗ് പഠിച്ചല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ചേട്ടനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണോ അതോ ഈ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ, അതായത് ആംബുലൻസിൽ വർക്ക് ചെയ്താണോ ചേട്ടനിപ്പോൾ? ചേട്ടൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അതിലും ഇവിടെയും വർക്ക് ചെയ്യുമ്പോൾ ചേട്ടൻ എക്സ്പീരിയൻസ് ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നത്? എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ ഹോസ്പിറ്റലാണ് നേരത്തെ പദ്ധതി കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഇപ്പം ICU ആംബുലൻസിലേക്ക് വന്നത്. ആംബുലൻസ് നമുക്ക് പേഷ്യൻസ് നമുക്ക് ഒരു പെർട്ടിക്കുലർ സെപ്പറേറ്റ് പേഷ്യന്റിന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനും നമുക്കത് സെൽഫ് കെയർ കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ ഇത് വരും. പിന്നെ പേഷ്യൻസിന്റെ കെയർ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ ഏത് രീതിയിലാണ് പേഷ്യന്റ് റിസീവ് ചെയ്യുന്ന ആ സെയിം
ഇത് തന്നെ നമുക്ക് ഫോളോ ചെയ്ത് നമുക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിനുള്ള കെപ്പിൽസും കാര്യം നമ്മുടെ ഉണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ കൂടുതൽ എല്ലാം എടുക്കുന്ന നോർമൽ പേഷ്യൻസ് എല്ലാം എടുക്കുന്നത് ഹോസ്പിറ്റൽ ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ICU ആംബുലൻസ് ഷിഫ്റ്റിംഗ് വരുന്നത്. അല്ലാതുള്ള പിന്നെ ഹോമിൽ നിന്നുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ അല്ലാതെ റിസീവ് ചെയ്യാറുണ്ട്. എമർജൻസി വരുന്ന പേഷ്യൻസ് ഒക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതിന്റെ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ടാവും. നമുക്കത് അവർക്ക് ഫോൺ കോൾ വഴി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവരുടെ അഡ്വൈസ് അനുസരിച്ച് നമ്മൾ ഇതന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൺവൈൻസ് ചെയ്തു പോകുന്നു. ഹാപ്പിയാണ് ഈ ജോലിയിൽ? അതെ അതെ, ഹാപ്പിയാണല്ലേ? ഓക്കെ, അപ്പൊ കണ്ടതിൽ സന്തോഷം. ഓക്കെ, ശരി. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇതിൻ്റെ ഡ്രൈവറെ പരിചയപ്പെടാം. ചേട്ടൻ, എല്ലാവരും പറയുന്നേക്കാം നമ്മൾ ICU വണ്ടി ആകുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ പോകണം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് എന്താ പറയാനുള്ള വിഷയം? ICU വണ്ടി ഞാൻ സ്പീഡിൽ പോകണമെന്നല്ല, പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നമുക്ക് പറയും ഇത്ര സ്പീഡിൽ പോകണം, ഇത്ര സ്പീഡിൽ കുറച്ച് പോയാൽ മതി. ഹോസ്പിറ്റലിൽ നമുക്ക് നിർദ്ദേശം കിട്ടുന്നുണ്ട്. പിന്നെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് സ്പീഡ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യും. അല്ലാതെ ICU വണ്ടി ഇത്ര സ്പീഡിൽ പോകണമെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. അത് പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഇങ്ങനെ ഉണ്ട് എല്ലാവർക്കും. അങ്ങനല്ല, നമുക്കറിയാം. പക്ഷേ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റി വിഷ്ണുവിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചത്. ഇപ്പൊ കുട്ടികളെ കൊണ്ടുപോയാലും NIC കേസ് ആയാലും PSC കേസ് ആയാലും കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ സ്പീഡിൽ പോകുന്നത്. കാരണം കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ നല്ല സ്പീഡിൽ പോയി ഏറ്റവും അടുത്തൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റ് തേടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ബെഡ് വാഗന്റെ എത്ര വണ്ടികളുണ്ട്? ബെഡ് വാഗന് ഞങ്ങൾക്കിപ്പോൾ 5 വണ്ടിയുണ്ട്. 5 വണ്ടി. ഇപ്പോൾ കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി. 5 ICU വണ്ടി തന്നെയാണ്. 5 ICU വണ്ടിയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഹൃദയം പ്രോജക്റ്റ് ചെയ്യുന്നില്ലേ? അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അതെന്നാൽ NH വഴിയുള്ള ഒരു പ്രോജക്റ്റാണ്, സർക്കാരുമായിട്ടുള്ള. അപ്പോൾ ജനിച്ചുടനെ കുട്ടികൾക്ക് ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് വരുമ്പോൾ അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ വണ്ടിയാണ്. അതാണ് ഹൃദയം പ്രോജക്റ്റ്. നമുക്ക് മാത്രമേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ ആണല്ലേ? കേരളത്തിൽ? അത് ശരി. ഓക്കെ. അപ്പോൾ നമ്മൾ ഏത് ഹോസ്പിറ്റലാണോ ആ ഹോസ്പിറ്റലിൽ നമുക്ക് അവിടുത്തെ PR ഡോക്ടേഴ്സ് നമ്മളെ വിളിക്കും. അല്ലെങ്കിൽ കമ്പനിയിൽ നമ്മൾ പോയി അതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി അടുത്ത ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. നമുക്കിനി വണ്ടിയുടെ ക്യാബിനൊക്കെ ഒന്ന് കാണാം. എത്ര സേവനമുള്ള വിഷയം അതിൽ? 3 സേവനമുണ്ട്. 3 1 2 3 അല്ലേ? ഓക്കെ. പിന്നെ സ്ക്രീന് വരുന്നുണ്ട്. AC ആണ്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. സീറ്റ്